ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിക്ക് ഇഡിയുടെ സമൻസ്. പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം വ്യാഴാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് സമൻസ് അയച്ചത് അറിയുന്നതെന്ന് രാധാകൃഷ്ണൻ എംപി പറയുന്നു. വ്യാഴാഴ്ച തന്നെ ഹാജരാകണമെന്നായിരുന്നു നോട്ടീസ്. പാർലമെന്റ് കഴിയും വരെ ഹാജരാകാൻ കഴിയില്ല എന്ന് രേഖാമൂലം അറിയിച്ചതായി കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടത്. കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് അറിയിച്ചിട്ടില്ല. ഏത് കേസാണെന്നും അറിയില്ല. ഇഡി പ്രവർത്തിക്കുന്നത് ഏത് നിലയിലാണെന്ന് എല്ലാവർക്കും അറിയാം. സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയുന്നു. ആരൊക്കെ എന്തെല്ലാം സമ്പാദിച്ചു എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നതിന് എല്ലാം അവിടെ നമ്മൾ നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഇഡിയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിക്ക് അപ്പം തന്നെ നമ്മൾ ഇഡി ഓഫീസിലേക്ക് വിവരം കൊടുക്കും. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അപ്പോൾ ഇഡിയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും. അവർ ചോദിച്ചിരിക്കുന്നത് നമ്മളെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടി, കാരണം ഇന്ന കാര്യം ഡോക്യുമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സായിട്ട് നമുക്ക് ഹാജരാകും. ഇഡി അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. ഇഡിക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യം. നമുക്കതിനെ സംബന്ധിച്ച് ഏതന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല. ഏതന്വേഷണം സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ, അത് സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ, അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.